നല്ല ഗ്രേഡൊക്കെ വാങ്ങി വന്ന കുട്ടികളോട് നമ്മളെ മുന്നിൽ 10ാം ക്ലാസ് കഴിയുന്നത് വരെ ഒരു ഓപ്ഷനേ ഉള്ളൂ, SSLC എക്സാം. ആഫ്റ്റർ ദി എക്സാം, ആഫ്റ്റർ ദി റിസൾട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺഫ്യൂഷനുണ്ട്. ഹ്യൂമാനിറ്റീസ് വേണോ, കൊമേഴ്സ് വേണോ, സയൻസ് വേണോ, അത് തന്നെ ഏത് സ്കൂളിൽ പഠിക്കണം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ. നമ്മൾ എത്ര ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുന്നു ഈ കൺഫ്യൂഷൻ കൂടി വരുന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മുന്നിൽ ഇനി +1 +2 ആണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണ്. സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് പഠിച്ചിരിക്കണം. നമുക്കറിയാം, ഓരോ വർഷത്തെയും SSLC റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ ചില പ്രത്യേകതകളുണ്ടാവും. ഈ വർഷത്തെ SSLC എക്സാം ഡിസ്കസ് ചെയ്യുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ A+ നഷ്ടപ്പെട്ടതോ അല്ല ഗ്രേഡിൻ്റെ വാല്യൂ കുറഞ്ഞു പോയതോ കുട്ടികളെ നമ്മൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ച 2 വിഷയങ്ങളാണ്. ഒന്ന് മാത്തമാറ്റിക്സും ഒന്ന് ഫിസിക്സും. ഒരുപക്ഷെ ലോക്ക്ഡൗൺ കാലത്ത് ആ ബ്രേക്കിന് ശേഷം നടന്ന എക്സാം എന്നുള്ള രീതിയിൽ ബാധിച്ചതാണ്. ഇനി അതല്ല, ആ സബ്ജക്റ്റിൻ്റെ തന്നെ വിഷമം കൊണ്ട് സംഭവിച്ചതാണോ എന്നുള്ളത് ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്ത് ഇൻഡിവിജ്വൽ പ്രോബ്ലം ആയിരിക്കും. ഞാൻ അതിലേക്കല്ല വരുന്നത്. +1 മാത്തമാറ്റിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, നമ്മൾ ഇനിയൊരു പുതിയ സിലബസിലേക്ക് കടക്കുക. ആ പുതിയ സിലബസിലേക്ക് വരുന്ന കുട്ടികളോട് ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. 10ാം ക്ലാസ് വരെ നമ്മൾ മാത്തമാറ്റിക്സിൽ +1 മാത്തമാറ്റിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഇനിയും മനസ്സിലാക്കാനുണ്ട്. അഥവാ 8th, 9th, 8th സ്റ്റാൻഡേർഡിൽ ഇല്ലാത്തതും എന്നാൽ +1 മാത്തമാറ്റിക്സ് പഠിക്കാൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യമുണ്ട്. ആ കാര്യങ്ങളിൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ കുറച്ച് കേട്ടതായിരിക്കാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ +1 +2 മാത്തമാറ്റിക്സിൽ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും കേൾക്കുന്ന കുറച്ച് ടേംസുകളാണ് ലോഗരിതം, അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. സത്യം പറയുകയും ചെയ്ത് 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി +1 നമുക്ക് അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ലേതായി. അപ്പം അങ്ങനെ കേൾക്കാത്ത ഒരുപാട് ടേംസുകൾ, ഒരുപാട് ഫങ്ഷൻസുകൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, +1 +2 പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അറിഞ്ഞിരിക്കണം. അപ്പം അത്തരം ടേംസുകൾ, അത്തരം ഡെഫിനിഷനുകളാണ് ഞാൻ ഇനി വരുന്ന വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ 8th, 9th, 10th സ്റ്റാൻഡേർഡിലൊക്കെ കേട്ടതും എന്നാൽ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് പതിയാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഈ വരുന്ന ഞാൻ +1 ചാപ്റ്റേഴ്സിലൊക്കെ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വരുന്ന എത്ര വീഡിയോ ഉണ്ടോ ആ വീഡിയോയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് പിന്നീട് വരുന്ന പഠനങ്ങളിൽ ഉപകരിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കണം. ഇപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. കോർഡിനേറ്റ് ജോമെട്രി നമ്മൾ 10th പഠിച്ചതാണ്. അവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ട്, സെക്ഷൻ ഫോർമുല പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒരുപക്ഷെ സ്ട്രെസ് ചെയ്യാത്ത, കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ, എന്നാൽ നിങ്ങൾ +1 ചാപ്റ്റേഴ്സിൽ ആ അനാലിറ്റിക് ജോമെട്രി വരുന്ന ഭാഗത്ത് നിർബന്ധമായിട്ട് നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കൊളീനിയർ പോയിന്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കാര്യം ആദ്യം മനസ്സിലാക്കാം. ഒരു പോയിന്റ് നമ്മൾ ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്താൽ ആ പോയിന്റ് കൂടി നമുക്ക് എത്ര ലൈൻ വരക്കാന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വരക്കാം. ഈ ലൈൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇങ്ങനെ കേട്ടോ, ഇങ്ങനെയാണ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്.
ഒരു ഇങ്ങനെ മാത്രം വരച്ചാൽ അതിന് പറയുക ലൈൻ സെഗ്മെന്റ് എന്നാണ്. എന്റെ പോയിന്റ് ഉള്ളത് ലൈൻ സെഗ്മെന്റ്. ഇത് ഇൻഫിനിറ്റി ലൈനാണ്, സ്ട്രൈറ്റ് ലൈൻ. ഇതിന് പറയും ഇതാണ് ശരിക്കും സ്ട്രൈറ്റ് ലൈൻ, ഇത് ലൈൻ സെഗ്മെന്റ്. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ ഒരു പ്ലെയിനിൽ അടയാളപ്പെടുത്തിയാൽ ആ പോയിന്റ് കൂടി നമുക്ക് ഇഷ്ടംപോലെ ലൈൻ സെഗ്മെന്റ് അഥവാ ലൈൻ പാസ് ചെയ്യാം. ഇൻഫിനിറ്റി, ആ പോയിന്റ് കൂടി നമുക്ക് ഇൻഫിനിറ്റി ലൈൻ പാസ് ചെയ്യാം. എന്നാൽ അതേ പ്ലെയിനിൽ നമ്മൾ 2 പോയിന്റ് അടയാളപ്പെടുത്തിയാൽ ആ 2 പോയിന്റ്സ് കൂടി നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഇനിയൊരു സ്ട്രൈറ്റ് ലൈൻ വരക്കണമെന്ന് തോന്നിയാൽ ആ 2 പോയിന്റ് കൂടി നിങ്ങൾ നേരത്തെ വരച്ച ലൈനിന്റെ അതിന്റെ മുകളിൽ കൂടി തന്നെ ഒന്നുകൂടി വരക്കാം എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഉണ്ടാവും. എന്നാൽ അതേ പ്ലെയിനിന്റെ മുകളിൽ നിങ്ങൾക്ക് 3 പോയിന്റ് തന്നാൽ, 3 പോയിന്റ് തന്നു, 3 പോയിന്റ് തന്നിട്ട് ആ 3 പോയിന്റ് യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എത്ര സ്ട്രൈറ്റ് ലൈൻ വരക്കാന്ന് ചോദിച്ചാൽ ആ 3 പോയിന്റ് യോജിപ്പിച്ചുകൊണ്ട് ഒറ്റ സ്ട്രൈറ്റ് ലൈൻ വരച്ചുകൂടെ. കാരണം ഇത് വരച്ച 3 ലൈൻ ഉണ്ടെങ്കിലും ആ ലൈനിന്റെ മുകളിലൊന്നും 3 പോയിന്റും വന്നിട്ടില്ല. ആ തന്ന 3 പോയിന്റിൽ ഈ 2 പോയിന്റുകൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 പോയിന്റുകൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 പോയിന്റും യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒറ്റ ലൈൻ വരക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഒരു പ്ലെയിനിന്റെ മുകളിൽ നിങ്ങൾ വ്യത്യസ്ത സ്ഥലത്ത് 3 പോയിന്റുകൾ തന്നാൽ ആ 3 പോയിന്റ് യോജിപ്പിച്ചുകൊണ്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കാൻ കഴിയണമെന്നില്ല, കഴിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് ഒരു 3 പോയിന്റ് ഒരു ലൈനിന്റെ മുകളിൽ വരണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിന്റെ മുകളിൽ ഇഷ്ടം പോലെ പോയിന്റ് ഉണ്ടാവും. ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചാൽ ആ ലൈൻ സെഗ്മെന്റിന്റെ മുകളിൽ ഇഷ്ടം പോലെ പോയിന്റ് ഉണ്ടാവും. അതിന്റെ മുകളിൽ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും സി എന്ന് പറയുന്ന പോയിന്റും റെപ്രസെന്റ് ചെയ്താൽ ഇപ്പൊ നമുക്ക് പറയാം ഈ എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റും ഒരു ലൈനിന്റെ മുകളിലായി. Then that points are called collinear points. Collinear points. That means when 3 or more points, 2 പോയിന്റ് യോജിപ്പിച്ചപ്പോൾ ഒരു ലൈൻ കിട്ടും. അതുകൊണ്ട് 3 or more എന്നാ പറയാം. When 3 or more points are said to be collinear if they are lying on same line. അപ്പൊ ആ ടേം, അതായത് collinear points എന്ന് പറയുന്ന ടേം നിങ്ങൾ നേരത്തെ കേട്ടതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. 3 or more points are said to be collinear if they are lying on same line. ഇതേപോലെ നിങ്ങൾ ഓർമ്മിക്കേണ്ട വേറൊരു വേർഡാണ് കൺകറന്റ് ലൈൻസ്. കൺകറന്റ് ലൈൻസ് നമുക്കറിയാം, 2 പാരലൽ അല്ലാത്ത 2 ലൈൻ വരച്ചാൽ ആ ലൈൻ നിർബന്ധമായിട്ടും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അതിന് പറയാ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്നാണ്. പാരലൽ അല്ലാത്ത 2 ലൈൻ വരച്ചാൽ, പാരലൽ ആയ 2 ലൈൻ വരച്ചാൽ ഒരിക്കലും അത് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. പാരലൽ അല്ലാത്ത 2 ലൈൻ വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇന്റർസെക്ട് ചെയ്തിട്ടില്ല എന്ന് പറയണം കേട്ടോ. കാരണം ഇതൊരിക്കലും ലൈൻ അല്ല, ലൈൻ സെഗ്മെന്റ്, അതുകൊണ്ടാണ് ഇന്റർസെക്ട് ചെയ്യാത്തത്. നമ്മൾ ലൈനായിട്ട് പരിഗണിച്ചാൽ അത് എത്രയും നീട്ടുമ്പോൾ അങ്ങ് ഇന്റർസെക്ട് ചെയ്തു. പാരലൽ അല്ലാത്ത 2 ലൈൻ എപ്പോഴും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. മൂന്നാമതൊരു ലൈൻ കൂടി വരച്ചാൽ, ഇപ്പൊ പാരലൽ അല്ലാത്ത 2 ലൈന് ഒരു പോയിന്റ് ഇന്റർസെക്ട് ചെയ്ത് മൂന്നാമതൊരു ലൈൻ വരച്ചാൽ ആ മൂന്നാമത്തെ ലൈന് ആദ്യത്തെ 2 ലൈനും ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് കൂടി കടന്ന് പോവാതിരിക്കാം. ഞാൻ ഇവിടെ പോവാത്ത രീതിയിലാണ് വരച്ചത്. ഇനി പോകുന്ന രീതിയിൽ വരച്ചാൽ ഈ രണ്ട് ഫിഗറിലും ഈ ഫിഗറിൽ 3 ലൈനും ഒരു കോമൺ പോയിന്റ് കൂടിയല്ല പാസ് ചെയ്ത്, ഈ ഫിഗറിൽ 3 ലൈനും ഒരു കോമൺ പോയിന്റ് കൂടിയാണ് പാസ് ചെയ്തത്. When 3 or more, 2ന്റെ കാര്യം പറയുക വേണ്ട, 2 ഒരു കോമൺ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യും പാരലൽ അല്ലെങ്കിൽ. അതുകൊണ്ട് നേരത്തെ കൊളീനിയർ പോയിന്റ്സിന്റെ കഥ പറഞ്ഞതുപോലെ ഇവിടെയും when 3 or more lines are passes through a common point, then they are called concurrent lines. When 3 or more lines are passes through a common point, then they are called concurrent lines. അപ്പോൾ 2
വേർഡ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഒന്ന് കൊളീനിയർ പോയിന്റ്സ്, രണ്ട് കൺകറന്റ് ലൈൻസ്. കൊളീനിയർ പോയിന്റ്സ് മൂന്നോ അതിൽ കൂടുതലോ പോയിന്റുകൾ ഒരു ലൈനിന്റെ മുകളിൽ, കൺകറന്റ് ലൈൻസ് മൂന്നോ അതിൽ കൂടുതലോ ലൈനുകൾ ഒരു പോയിന്റ് കൂടി പാസ് ചെയ്യാം. ഇനി കുറച്ച് ടേം വീണ്ടും. ഒന്ന് മീഡിയൻ, രണ്ട് ആൾട്ടിറ്റ്യൂഡ്, മൂന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. നാല് ആംഗുലർ ബൈസെക്ടർ. ആംഗുലർ ബൈസെക്ടർ. ഈ നാല് പേരും ഒരു ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യം. ഒന്ന് മീഡിയൻ, രണ്ട് ആൾട്ടിറ്റ്യൂഡ്, മൂന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, നാല് ആംഗുലർ ബൈസെക്ടർ. നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചാൽ ആ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് ഇത് നാലും ഉണ്ടാവും. ഇതിപ്പോ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളില് എന്താണ് മീഡിയം എന്ന് ചോദിച്ചാൽ ഒരു ട്രയാങ്കിളിന്റെ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻ സെഗ്മെന്റ് ഇവിടെ വന്നിട്ട് മുട്ടണം, ഇങ്ങോട്ട് വരക്കണ്ട. ഡി ആണ് ബി സിന്റെ മിഡ് പോയിന്റ് എങ്കിൽ എ ഡി എന്ന് പറയുന്ന ലൈൻ ഇതാണ് ശരിക്കും എയിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻ സെഗ്മെന്റ്. ഇതിനെയാണ് മീഡിയൻ എന്ന് പറയുക. ഓരോ വെർട്ടെക്സിൽ നിന്നും നമുക്ക് അങ്ങനെ മിഡ് പോയിന്റിലേക്ക് വരക്കാം, മീഡിയൻ. ഈ സി എന്ന് പറയുന്ന വെർട്ടെക്സ് ഒന്നും വരക്കാം ഇതിന്റെ മിഡ് പോയിന്റിലേക്ക്. നിങ്ങൾ കൃത്യമായിട്ട് വരച്ചാൽ ഏതൊരു ട്രയാങ്കിൾ എടുത്തിട്ടും കൃത്യമായിട്ട് ഇങ്ങനെ മൂന്ന് മീഡിയനും വരച്ചാൽ ഉറപ്പായിട്ടും അത് ഒരു കോമൺ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അതെല്ലാ ട്രയാങ്കിളിലും പ്രത്യേകത. ഏത് ഷേപ്പിലുള്ള ട്രയാങ്കിൾ, അക്യൂട്ട് ആംഗിളിന്റെ ട്രയാങ്കിളും ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ ട്രയാങ്കിളും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഒക്കെ വരച്ചാൽ, ഏത് വലുപ്പത്തിലും ഏത് ചെറുപ്പത്തിലും വരച്ചാലും നിങ്ങൾ മൂന്ന് മീഡിയനും വരച്ചിട്ട് ആ മൂന്ന് മീഡിയനും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്താൽ നമ്മൾ പറയും medians of a triangles are concurrent because they are passes through a common point. Medians of a triangles are concurrent. That common point is called centroid. ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് ഇതാണ്. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് മീഡിയനും വരച്ചാൽ ആ മൂന്ന് മീഡിയനും ഒരു കോമൺ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യും. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്നൊക്കെ നമ്മൾ ഇനി ഒരുപാട് പ്രാവശ്യം കേൾക്കാൻ പോകുന്ന ഒരു വേർഡ് കേട്ടോ, സെൻട്രോയിഡ്. ഇനി ഒരു കാര്യം കൂടി പറയാം കേട്ടോ. ഇങ്ങനെ മീഡിയം വരച്ചാൽ ആ മൂന്ന് മീഡിയനും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഓരോ മീഡിയന്റെയും ഒരു ഡിവൈഡിങ് പോയിന്റ് ആണ്. നിങ്ങൾ നോക്ക്, എഡിന്റെ ഇടയിൽ വരുന്ന ഒരു പോയിന്റാണ് ഈ സെൻട്രോയിഡിനെ ജനറൽ ആയിട്ട് പലപ്പോഴും സൂചിപ്പിക്കാറ് ജി ഉപയോഗിച്ചിട്ടാണ്, ക്യാപിറ്റൽ ജി. അപ്പൊ ജി എന്ന് പറയുന്നത് എഡിന്റെ ഇടക്ക് വരുന്ന ഒരു പോയിന്റാണ്. അതേപോലെ ബിഇന്റെ ഇടക്ക് വരുന്ന ഒരു പോയിന്റാണ്, സി എഫിന്റെ ഇടക്ക് വരുന്ന ഒരു പോയിന്റാണ്. ഇ എന്ന് പറയുന്നത് എ സിന്റെ മിഡ് പോയിന്റ്, എഫ് എന്ന് പറയുന്നത് എ ബിന്റെ മിഡ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്നത് എ ഡിന്റെ ഇടയിൽ വരുന്ന ഒരു ഡിവൈഡിംഗ് പോയിന്റ്, ബിന്റെ ഇടയിൽ വരുന്ന ഒരു ഡിവൈഡിംഗ് പോയിന്റ്, സി എഫിന്റെ ഇടയിൽ വരുന്ന ഒരു ഡിവൈഡിംഗ് പോയിന്റ്. എന്തായാലും ഒരു ഡിവൈഡിംഗ് പോയിന്റ്. ആ ഡിവൈഡിംഗ് പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കുന്നു? എപ്പോഴും 2:1 അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താണോ, ഈ ലെങ്ത് എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും. നിങ്ങൾ ഏത് ട്രയാങ്കിൾ എടുത്തിട്ട് മീഡിയം വരച്ചാലും, രണ്ട് മീഡിയം വരച്ചാൽ ആ രണ്ട് മീഡിയം ഇന്റർസെക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കോ, ഈ രണ്ട് സെക്ഷനും എന്ന് പറയുന്നത് ഒന്നിന്റെ ഡബിൾ ആയിരിക്കും മറ്റേത്. അതെല്ലാ ട്രയാങ്കിളിന്റെ പ്രത്യേകതയായിരിക്കും. ഇതും 1:2 ആയിരിക്കും, ഇതും 1:2 ആയിരിക്കും. ഈ ലെങ്ത് കുറഞ്ഞതായിരിക്കും നമ്മൾ നേർപകുതി. അതുകൊണ്ട് ഇത് 1:2, ഇത് 1:2, ഇത് 1:2. ഇത് ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ വരച്ച ട്രയാങ്കിളിന് മാത്രമുള്ള പ്രത്യേകത കേട്ടോ. പിന്നെ എല്ലാ ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ള പ്രത്യേകതയാണ്.
അപ്പൊ ഞാൻ സെൻട്രോയിഡിൽ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മീഡിയൻ, 3 മീഡിയം വരക്കാം. 3 മീഡിയൻ എപ്പോഴും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആ ഇന്റർസെക്ഷൻ പോയിന്റിനെ സെൻട്രോയിഡ് എന്ന് പറയുന്നു. സെൻട്രോയിഡ് എപ്പോഴും മീഡിയന്റെ പോലുള്ള ഒരു ഡിവൈഡിംഗ് പോയിന്റ്. ദാറ്റ് ഈസ് എ ഡിവൈഡിംഗ് പോയിന്റ് ഓൺ മീഡിയൻ ഇൻ ദി റേഷ്യോ 1:2. ഒരു ട്രയാങ്കിളിന് മീഡിയൻ ഉള്ളതുപോലെ അടുത്തതാണ് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെർട്ടെക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്ന ലൈൻ സെഗ്മെന്റ്. നേരത്തെ പറഞ്ഞ വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിന്റിലേക്കാണ്. അതായത് ഞാനിവിടെ പറഞ്ഞത്, നിങ്ങൾ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിൾ നിങ്ങൾ മീഡിയം വരച്ചാൽ, മീഡിയം എന്ന് പറയുന്നത് മിഡ് പോയിന്റിലേക്ക് വരക്കുന്നത്, ആൾട്ടിറ്റ്യൂഡ് വരച്ചാൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. രണ്ട് വ്യത്യാസമുണ്ട്. ഇത് 90 ഡിഗ്രിയിലാണ് വന്നിട്ട്. ഇതങ്ങനെ 90 ഡിഗ്രി അല്ല നമ്മുടെ കണ്ടീഷൻ. പിന്നെ മിഡ് പോയിന്റിലേക്ക് ഇത് മീഡിയനാണ്, ഇതിനാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. രണ്ട് വ്യത്യാസമുണ്ട്. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ മീഡിയൻ ആൾട്ടിറ്റ്യൂഡ് സെയിം ആയി. അത് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ നോക്ക് നിങ്ങൾ, ഇത് മിഡ് പോയിന്റിലേക്കല്ല വന്നത്, പിന്നെ ഈ ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെ നമുക്ക് ഓരോ വെർട്ടെക്സിൽ നിന്നും പെർപെൻഡിക്കുലർ വരക്കാം. ഇവിടുന്ന് വരക്കാം പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് പോയിട്ട് 90 ഡിഗ്രിയിൽ കൂട്ടണം. ഇത് 90 ഡിഗ്രിയാണ് കൺസിഡർ ചെയ്യാം. കൃത്യമായിട്ട് ഞാൻ അളന്ന് വരക്കുന്നൊന്നല്ല, 90 ഡിഗ്രി. ഇനി ഇവിടുന്ന് വരക്കാം ആൾട്ടിറ്റ്യൂഡ്. അങ്ങനെ ആൾട്ടിറ്റ്യൂഡ് വരച്ചാൽ നേരത്തെ ഞാൻ 3 മീഡിയനും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് എന്ന് പറഞ്ഞതുപോലെ 3 ആൾട്ടിറ്റ്യൂഡ് ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. നിങ്ങൾ നോക്കി നോക്കൂ, ഈ വെർട്ടെക്സിൽ നിന്ന് വരച്ച ഒന്നും പോയിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്കല്ല വന്നത്, പിന്നെ 90 ഡിഗ്രിയിൽ പോയിട്ട് മുട്ടുകയും. ഇതിന് പറയാം ആൾട്ടിറ്റ്യൂഡ്. നേരത്തെ ഞാൻ മീഡിയൻസ് ആർ കൺകറന്റ് എന്ന് പറഞ്ഞതുപോലെ ആൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ കൺകറന്റ്. ഒരു ട്രയാങ്കിളിന്റെ 3 ആൾട്ടിറ്റ്യൂഡും വരച്ചാൽ ആ 3 ആൾട്ടിറ്റ്യൂഡ് ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ആ ഇന്റർസെക്ഷൻ പോയിന്റിന് പറയുന്ന പേരാണ് പിന്നെ ഓർത്തോസെന്റർ. Medians of a triangles are concurrent. That common point is called centroid. Altitudes of a triangles are concurrent. That common point is called orthocenter. നിങ്ങൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒക്കെ വരച്ചാലോ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ വെർട്ടെക്സിൽ നിന്നും ഉള്ള ആൾട്ടിറ്റ്യൂഡ് എന്താണോ ഇത് തന്നെ. ഈ വെർട്ടെക്സിൽ നിന്ന് ആൾട്ടിറ്റ്യൂഡ് എന്താണോ ഇത് തന്നെ. ഈ വെർട്ടെക്സിൽ നിന്ന് ആൾട്ടിറ്റ്യൂഡ് എന്താണോ ഇതാ 90 ഡിഗ്രി. അപ്പൊ ഇതും അതേപോലെ ഇതും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാ എന്ന് പറഞ്ഞാൽ എന്താണോ, എപ്പോഴും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ ആയിരിക്കുന്നോ ആ 90 ഡിഗ്രി വരുന്ന ആംഗിളില്ലേ ആ വെർട്ടെക്സ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഇത് മനസ്സിലാക്കി വെക്കണം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ എപ്പോഴും 90 ഡിഗ്രിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ വെർട്ടെക്സ് ഉണ്ടല്ലോ, ആ വെർട്ടെക്സ് ആയിരിക്കും ഓർത്തോ സെന്റർ. എന്നാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലാത്ത ട്രയാങ്കിൾ ഇങ്ങനൊക്കെയുള്ള ട്രയാങ്കിൾ അതിന്റെ 3 ആൾട്ടിറ്റ്യൂഡ് വരച്ചാൽ ആ 3 ആൾട്ടിറ്റ്യൂഡ് ഇന്റർസെക്ട് ചെയ്യുന്ന കോമൺ പോയിന്റിന് പറയുന്ന പേര് ഓർത്തോസെന്റർ. പിന്നെ ഞാനിവിടെ എഴുതി വെച്ച വേറൊരു കാര്യമാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, 2 ആംഗുലർ ബൈസെക്ടർ. ഇതൊരു പക്ഷേ ഇപ്പം 10th കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും മനസ്സിലുള്ള ഒരു 2 വേർഡാണ്. ഒന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണോ, നിങ്ങൾ ഒരു ട്രയാങ്കിൾ വരച്ചാൽ ABC. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് വരണം. വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് വരക്കുമ്പോൾ വെർട്ടെക്സിൽ നിന്നും മിഡ് പോയിന്റിലേക്ക് വരക്കുമ്പോൾ അതൊരിക്കലും 90 ഡിഗ്രി ആവണമെന്നില്ല. എന്നാൽ എനിക്ക് മിഡ് പോയിന്റ് കൂടി വരക്കുകയും വേണം, 90 ഡിഗ്രി ആവുകയും വേണം. അപ്പോൾ അത് നമുക്ക് എഴുതാം ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് മിഡ് പോയിന്റ് കൂടി ഒന്ന് വരക്കുക. അന്നേരം അത് പോയിട്ട് എവിടെ മുട്ടണമെന്നില്ല, വെർട്ടെക്സിൽ മുട്ടണമെന്നില്ല. വെർട്ടെക്സിൽ മുട്ടണമെന്ന് വാശി പിടിച്ചാൽ അത് മീഡിയനാണ്. പെർപെൻഡിക്കുലർ ആവണമെന്ന് വാശി പിടിച്ചാൽ 2 പോകുന്ന മിഡ് പോയിന്റ് കൂടി തന്നെ മിഡ് പോയിന്റ് കൂടി വരക്കുന്ന ഈ ലൈന് വെർട്ടെക്സിൽ വരണം എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആവണമെന്നില്ല. പെർപെൻഡിക്കുലർ ആവണമെന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. കൺഫ്യൂഷൻ ആവണ്ടേ. അപ്പോൾ ഇതിന് പറയാം മീഡിയൻ എന്നാണ്, ഇതിന് പറയാം പെർപെൻഡിക്കുലർ ബൈസെക്ടർ. നിങ്ങൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ച് ഓർക്കുന്നുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വീശിയിട്ട് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ടുണ്ട്.
അങ്ങനെ നിങ്ങൾക്ക് ഈ ട്രയാങ്കിളിന്റെ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാം. 3 പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ ആ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉറപ്പായിട്ടും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അപ്പോ medians of a triangles are concurrent, altitudes of a triangles are concurrent, perpendicular bisectors of a triangles are concurrent. That concurrent point, that common point is called circumcenter. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം ഓടിയിട്ടുണ്ടാവും. സർക്കം സർക്കിളിന്റെ സെന്ററിനെയാണ് സർക്കംസെന്റർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചിട്ട് കോമ്പസിന്റെ ഇത് ഇവിടെ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് ഇങ്ങനെ സർക്കിൾ വരക്കാറില്ലേ? അപ്പൊ ഇതിനെ അറിയപ്പെടുന്ന സർക്കംസെന്റർ എന്നാണ്. That means perpendicular bisectors of a triangles are concurrent. That concurrent point is called circumcenter. Center of a circumcircle is called circumcenter. ഇനി നിങ്ങൾ നാലാമത് ഞാൻ അവിടെ പറഞ്ഞത് എന്തേ? ആംഗുലർ ബൈസെക്ടർ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കോമ്പസിലൂടെ ആ സൂചിയുടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വിഷിട്ട് ഇവിടുന്ന് ഇങ്ങനെ വിഷി ഈ നേർപകുതി കൂടി ഇങ്ങനെ വരക്കുന്നു. ഇത് ആംഗുലർ ബൈസെക്ടർ. ഇത് ആംഗിളിന്റെ നേർപകുതിയാക്കുന്ന. ഇതൊരു 60 ഡിഗ്രി ആണെങ്കിൽ 30 ആക്കുന്നു. ഇതൊരു 70 ഡിഗ്രി ആണെങ്കിൽ 35 ആക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് 3 ആംഗുലർ ബൈസെക്ടർ വരക്കാം. 3 ആംഗുലർ ബൈസെക്ടർ വരച്ചാൽ ഉറപ്പായിട്ടും നേരത്തെ പറഞ്ഞ പോലെ അതും മീറ്റ് ചെയ്യും, അതും മുട്ടും ഒരു കോമൺ പോയിന്റിൽ. എന്നിട്ടാണ് നിങ്ങളെ എന്ത് വരച്ചത്? കോമ്പസിന്റെ സൂചിയോടെ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് ഇങ്ങനെ സർക്കിൾ വരച്ചത്. ദാറ്റ് ഈസ് ഇൻസർക്കിൾ. അതുകൊണ്ട് ഈ സെന്റർ ആരാണോ ഇൻസെന്റർ എന്ന് അറിയപ്പെടുന്നത്. ഇൻസെന്റർ, സെന്റർ ഓഫ് ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് കോൾഡ് ഇൻസെന്റർ. അപ്പോ 4 സെന്ററുകൾ നമ്മൾ 4 പേര് മാത്രമല്ല, മീഡിയൻ, ആൾട്ടിറ്റ്യൂഡ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ആംഗുലർ ബൈസെക്ടർ എന്ന് മാത്രമല്ല 4 സെന്റർ മനസ്സിലാക്കി ഒരു ട്രയാങ്കിളിന്റെ. എന്തൊക്കെയാ? ഒന്ന് സെൻട്രോയിഡ് എന്ന പേര് ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല. സെൻട്രോയിഡ് 3 മീഡിയനും മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഓർത്തോ സെന്റർ 3 ആൾട്ടിറ്റ്യൂഡും മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സർക്കംസെന്റർ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടറും മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇൻസെന്റർ 3 ആംഗുലർ ബൈസെക്ടറും മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അങ്ങനെ നിങ്ങൾ ഒരു 3 ആംഗുലർ ബൈസെക്ടർ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടറും മീറ്റ് ചെയ്യുന്ന പോയിന്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതല്ലേനോ സർക്കംസെന്റർ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കും. അങ്ങനെ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകത കാണാം. ഇത് ABC എന്ന് പറയുന്ന ട്രയാങ്കിളും അതേപോലെ ഇത് ആ സർക്കിളിന്റെ സെന്ററും ആണെങ്കിൽ ഈ സെന്ററിൽ നിന്നും, സെന്ററിനെ തൽക്കാലം ഞാൻ P കൊണ്ട് സൂചിപ്പിച്ചാൽ, ഈ P നിന്നും Aയിലേക്കുള്ള ലെങ്ത്തും P നിന്നും Bയിലേക്കുള്ള ലെങ്ത്തും P നിന്നും Cയിലേക്കുള്ള ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സർക്കംസെന്ററിന്റെ കോർഡിനേറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ പറ്റും. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി അപ്പോൾ ഒരു സർക്കിളിനെ ബേസ് ചെയ്തിട്ട് മീഡിയൻ, ആൾട്ടിറ്റ്യൂഡ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ആംഗുലർ ബൈസെക്ടർ ഇതൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രോയിഡ്, ഓർത്തോ സെന്റർ, സർക്കംസെന്റർ, ഇൻസെന്റർ. ഇനി ഒരു കാര്യം, നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സ്, ആ വെർട്ടെക്സ് റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്സ് കിട്ടി. നമ്മൾ ഒരു ട്രയാങ്കിളിനെ ബേസ് ചെയ്യുന്ന 3 പോയിന്റ് A, B, C. A എന്ന് പറയുന്ന പോയിന്റ് x1, y1, B എന്ന് പറയുന്ന പോയിന്റ് x2, y2, C എന്ന് പറയുന്ന പോയിന്റ് x3, y3. ഈ 3 പോയിന്റ് ഉപയോഗിച്ചാൽ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഒരുപാട് സംഗതികൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്, ഓരോ സൈഡിൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. If x1, y1 and x2, y2 are the end points of a line segment, the distance between them is equal to square root of x2 minus x1 whole square plus y2 minus y1 whole square. അപ്പോൾ AB യുടെ ലെങ്ത്തും BC യുടെ ലെങ്ത്തും AC യുടെ ലെങ്ത്തും കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ഓരോ സൈഡിന്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. If x1, y1 and x2, y2 are any 2 points on a line,
then is slope m equal to y2 minus y1 divided by x2 minus x1. സ്ലോപ്പിനെ പറ്റി വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം. അതേപോലെ ഓരോ സൈഡിലും ലെങ്ത് കിട്ടിയാൽ ആ ലെങ്ത് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഹിറോസ് ഫോമിലൊക്കെ അറിയാം, സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അതൊന്നല്ലാതെ, അല്ലെങ്കിൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ബി എച്ച്, അതൊന്നല്ലാതെ ഈ 3 കോർഡിനേറ്റ്സ് തന്നെ ഉപയോഗിച്ചിട്ട് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ഈ വർഷം +1 എക്സാമിന് ഇതേപോലെ ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സ് തന്നിട്ട് ട്രയാങ്കിളിന്റെ ഏരിയ ചോദിച്ചിട്ടുണ്ട്. 3 വെർട്ടെക്സ് തന്നാൽ അഥവാ 3 പോയിന്റ് തന്നാൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? ഏരിയ ഈക്വൽ ടു, ഒന്നുകിൽ എ ഈക്വൽ ടു അല്ല ഡെൽറ്റ ഈക്വൽ ടു. ഇതാ ഫോർമുല. ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. Once more, area delta equal to half into x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. ഇത് ഓർമ്മിക്കുക എളുപ്പട്ടോ. ഒന്ന് പുറത്തെ എക്സാം ഓർമ്മിക്കുക, ഉള്ളിൽ വൈകിയ വ്യത്യാസം ഓർമ്മിക്കുക. പിന്നെ നോക്കേ 1 2 3 2 3 1 3 1 2. ആ 1 2 3 റൊട്ടേറ്റ് ചെയ്ത് വരിക. 1 2 3 2 3 1 3 1 2. അപ്പോൾ ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ആ സ്പീഡിൽ പറയാൻ പറ്റുന്നത് ആ നമ്പറാണ് ഞാൻ ഓർമ്മിക്കുന്നത് കേട്ടോ. x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഈ ഫോർമുലയെ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഡെൽറ്റ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. ഇത് മോഡുലസ് ഒന്നും വായിക്കണ്ട. ഇത് ഏത് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സംഗതിയാണ്. സത്യം പറഞ്ഞാൽ ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന സാധനം പഠിക്കുന്നതിന് മുമ്പ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കണം. ഇത് രണ്ടും നമുക്ക് പഠിക്കാനുള്ളത് 2ാം വർഷമാണ്, +2 ആണ്. എന്നാലൊരു സംഗതി ഞാൻ ആദ്യം പറയാം. ഈ ഒരു ചാപ്റ്റർ മെട്രിക്സും ഡിറ്റർമിനന്റും നമുക്ക് സെക്കൻഡ് ഇയറാണ് പഠിക്കാനുള്ളതെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഫിസിക്സിൽ നിർബന്ധമായിട്ട് ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ടേം നിങ്ങൾ കേൾക്കും. കാരണം അവിടെ വെക്ടർ എന്ന് പറയുന്ന സംഗതിയൊക്കെ പഠിക്കാനുണ്ട്. വെക്ടർ എന്ന് പറയുന്നത് വെക്ടറിൽ 2 തരം പ്രോഡക്റ്റുകളുണ്ട്, ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും. അതിൽ ക്രോസ് പ്രോഡക്റ്റ് നിർബന്ധമായിട്ടും ഈ ഡിറ്റർമിനന്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. വേണമെങ്കിൽ ഡിറ്റർമിനന്റ് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. തൽക്കാലം ഇങ്ങനെ എഴുതാന്ന് മാത്രം മനസ്സിലാക്കുക. ശരിക്കും എന്താണ്? ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 മൈനസ് x2 ഇൻറ്റു y1 മൈനസ് y3. അതുകൊണ്ടാണ് മൈനസ് ഉപയോഗിച്ചത്. y3 മൈനസ് y1 എന്നുള്ളത് y1 മൈനസ് y3 വരുന്നത് കൊണ്ടാണ് മൈനസ് x2 ഞാൻ ഉപയോഗിച്ചത്. ഇനി വേണമെങ്കിൽ x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇതാണ് ഞാനിപ്പോൾ കാണിച്ചതാണ് ശരിക്കും ഡിറ്റർമിനന്റ്. ആ ഡിറ്റർമിനന്റുകൾ മറന്നേക്കും. എന്താ നിങ്ങൾ മനസ്സിലാക്കുക വേണ്ട. പക്ഷെ ഇങ്ങനെ എഴുതാന്ന് മാത്രമാണ് മനസ്സിലാക്കി വെച്ചത്. നിങ്ങൾ ഇനി കാലാകാലം ഡിറ്റർമിനന്റ് പഠിച്ചില്ല എന്ന് നോക്കുക. ഇത് ഫോർമുല ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇങ്ങനെയും എഴുതാം. ഡെൽറ്റ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1. ഇത് ഡിറ്റർമിനന്റ് വായിക്കാൻ മാത്രം ഇപ്പോൾ ഓർമ്മിച്ച് വെച്ചാൽ മതിയെ. ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. ഞാൻ ഒരു കാര്യം പറയും കേട്ടോ. നിങ്ങൾക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ ചോദിച്ചു. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് 4 വർഷമുള്ള സംഗതി കേട്ടോ. ക്വാഡ്രിലാറ്ററൽ. എൻ്റെ ശബ്ദം മലയാള മീഡിയത്തിലുള്ള കുട്ടികൾ കേൾക്കുമ്പോഴും അവരോട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മാത്തമാറ്റിക്സിന് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. ഞാൻ ഇതുവരെ പറഞ്ഞ ടേംസ് ഒക്കെ ഓർമ്മിച്ച് വെക്കുക. പിന്നെ പരമാവധി മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്കും മലയാള മീഡിയത്തിലെ കുട്ടികൾക്കും രണ്ടാൾക്കും പ്രയാസമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ചില ടേമുകൾ മലയാള മീഡിയത്തിലെ കുട്ടികൾ ഇപ്പോൾ കേട്ട് പഠിക്കേണ്ടത് തന്നെ വരും. അത്തരം ടേമുകൾ ഇവിടെ മാത്തമാറ്റിക്സിൽ നമുക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് 4 വർഷമുള്ള സാധനം. അതിങ്ങനെ പിന്നെ റോംബസ് രൂപത്തിലൊന്നും ആവണമെന്നില്ല. ഏതെങ്കിലും സൈഡിൽ ഏതെങ്കിലും
രീതിയിലൊന്ന് വരക്കുക. അപ്പോൾ 4 വശമുള്ള നിങ്ങൾ ചതുർഭുജം എന്ന് മലയാളത്തിൽ പഠിച്ച കുട്ടികളോട് ഞാൻ പറയുന്നത് അതാണ് ഇവിടെ ക്വാഡ്രിലാറ്ററൽ. 4 വശമുള്ള സാധനം. ഇവിടെ A x1 y1, B x2 y2, C x3 y3, D x4 y4. ഇങ്ങനെ ഇതിന്റെ ഏരിയ വെച്ചു. ഇതിന്റെ ഏരിയ വെച്ച് എന്താണ് വഴി? ഒന്ന് നമ്മുടെ ABC എന്ന് പറയുന്ന നേരത്തെ ട്രയാങ്കിൾ ഒരു ഡയഗണൽ വരക്കുക, ഒരു വികരണം വരക്കുക. മലയാളം മീഡിയക്കാർ വികരണത്തിന്റെ മലയാളം കേട്ടോ ഡയഗണൽ. ഇവിടെ ഒരു ഡയഗണൽ വരച്ചാൽ ഇത് ഒരു ട്രയാങ്കിൾ ആയിട്ട് മാറും, ഇത് വേറൊരു ട്രയാങ്കിൾ ആയിട്ട് മാറും. അപ്പൊ ഇതിന്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കാൻ ഈ ട്രയാങ്കിൾ ഏരിയ കാണും, ഈ ട്രയാങ്കിൾ ഏരിയ കാണും. എന്നിട്ട് 2 ഏരിയ കൂടി ആഡ് ചെയ്യും. നിങ്ങൾ ഈ ഫോമിൽ ഉപയോഗിച്ചിട്ട് അവസാനം നെഗറ്റീവ് നമ്പർ കിട്ടിയത് ഈ ഒരു ഫോമിൽ ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾ ഏരിയ അവസാനം -20 നെഗറ്റീവ് കൂട്ടുക. ഏരിയ ഒരിക്കലും നെഗറ്റീവ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഈക്വൽ ടു 20 സ്ക്വയർ യൂണിറ്റ് എന്ത് ചെയ്തു? നെഗറ്റീവ് കിട്ടിയാൽ എന്തായിട്ട് എടുക്കുക? പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ ഈ ഏരിയ കണ്ടിട്ട് ഈ ഏരിയ കണ്ടിട്ട് 8 സ്ക്വയർ യൂണിറ്റ് കിട്ടി. ഈ ഏരിയ കണ്ടിട്ട് -12 കിട്ടി കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ട് -4 എന്നറിയണ്ടേ. ഇത് 12 എന്ന് കൺസിഡർ ചെയ്തിട്ട് 2 ഏരിയയും 20 സ്ക്വയർ യൂണിറ്റ് മൊത്തം. ഞാൻ ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്നതിന് പകരം നിങ്ങൾക്ക് ഷോർട്ട് കട്ട് പറയാം. എന്താണോ ഈ ക്വാഡ്രാറ്റിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു വെർട്ടെക്സ് x1 y1 വേറൊരു വെർട്ടെക്സ് x2 y2 വേറൊന്ന് x3 y3 പിന്നെ ഒന്ന് x4 y4 ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ചെയ്തു. എന്നിട്ട് അവസാനം ആദ്യം എഴുതിയത് ഒന്നുകൂടി എഴുതുക x1 y1. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യും. ഇങ്ങനെ ഈ മൂല ഒഴിവാക്കിയിട്ട് അവസാനം ഒന്ന് ഒഴിവാക്കും. ഇങ്ങനെയും ക്രോസ് ചെയ്യാം. എന്നിട്ട് തൽക്കാലം ഞാൻ ഈ ഫിഗർ ഒഴിവാക്കുന്നു. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടെക്സ് x1 y1 x2 y2 x3 y3 x4 y4 x1 y4 ഇങ്ങനെ ആദ്യം ക്രോസ് ചെയ്ത് പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ക്രോസ് ചെയ്തത് ആദ്യം പരിഗണിക്കുക. മെയിൻ ഡയഗ്രം ഇങ്ങോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. x1 y2 പ്ലസ് x2 y3 പ്ലസ് x3 y4 പ്ലസ് x4 y1 ഇത് ഇങ്ങനെയൊക്കെ ഉള്ളത് മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സം എടുക്കും. മൈനസ് ഇനി ഇങ്ങനെയുള്ളത് പരിഗണിക്കും. x2 y1 ഇത് x3 y2 അതും പ്ലസ് കേട്ടോ. x3 y2 പ്ലസ് ഇത് x4 y3 ഒന്നുകൂടി പ്ലസ് x1 y4 ഇതിന്റെ ഒക്കെ സം എടുത്തിട്ട് ഇതിന്റെ സമ്മിൽ നിന്ന് ഇതിന്റെ സം കുറക്കുക. കുറച്ചതിന് ശേഷം അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാ ഡെൽറ്റ ഈക്വൽ ടു ഏരിയ. 2 ട്രയാങ്കിൾ ഏരിയ. ഇവിടെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ഷോർട്ട് കട്ട് ആയി മാറുന്നത് എപ്പാന്ന് ഇപ്പോ 5 വർഷമുള്ള ഒരു സാധനം കിട്ടി. 5 വർഷം. അപ്പൊ നമ്മൾ ഇതിന്റെ ഏരിയ ഒക്കെ കണ്ടുപിടിക്കാൻ 3 ട്രയാങ്കിൾ ഒക്കെ ആക്കി മാറ്റേണ്ടി വരും. അതിന് പകരം x1 y1 x2 y2 x3 y3 x4 y4 xy y5 x1 y1 x2 y2 x3 y3 x4 y4 x5 y5 വീണ്ടും x1 y1 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ തന്നെ ക്രോസ് ചെയ്തിട്ട് ഇതേ രീതിയിൽ ചെയ്താൽ മതി. ഞാൻ ആ 4 വർഷമുള്ള സംഗതി വരുമ്പോ ഇങ്ങനെ വരണമെന്നില്ല കേട്ടോ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ മെത്തേഡ് തന്നെ എടുക്കാം. ട്രയാങ്കിൾ പറയുമ്പോൾ 3 വെർട്ടെക്സ് ഉണ്ടാവാം. x1 y1 x2 y2 x3 y3 x അപ്പൊ 3 വെർട്ടെക്സ്. എന്നിട്ട് ആദ്യം എഴുതിയത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. x1 y1 ഏത് പോയിന്റ് നിങ്ങൾക്ക് ആദ്യം എടുക്കാം കേട്ടോ. ഒരു ട്രയാങ്കിളിന്റെ 3 പോയിന്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 1 എഴുതുക 2 എഴുതുക 3 എഴുതുക ആദ്യം എഴുതി ഒന്നും കൂടി എഴുതുക.
എന്നിട്ട് ഇതാ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു, ഇങ്ങനെയും ക്രോസ് ചെയ്യുന്നു. അപ്പൊ ട്രയാങ്കിൾ ചെയ്ത് ഇങ്ങനെ എടുക്കാം. എന്താ ഡെൽറ്റ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇങ്ങനെ വരുന്ന 3 സമ്മ് മൈനസോ ഇങ്ങനെ വരുന്ന 3 സമ്മ്. അത് തന്നെയാണ് കിട്ടുക ഈ ഫോമുല ഉപയോഗിച്ചിട്ട്. എന്താണോ നിങ്ങൾക്ക് ഏരിയ കിട്ടുക അത് തന്നെ കിട്ടും ഇത് ഉപയോഗിച്ചാൽ. ഇതൊക്കെ വ്യത്യസ്ത മെത്തേഡുകളാണ്. ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ നമുക്ക് മനസ്സിലാക്കിയൊക്കെയുണ്ട്. ഞാൻ നിങ്ങൾ 10ാം ക്ലാസ്സിൽ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കാണാത്ത കേൾക്കാത്ത കുറേ സംഗതികൾ, അങ്ങനെ നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ ഒരുപാട് സംഗതികളുണ്ട്. ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് അത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ചാനൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇനിയുള്ളത് നിങ്ങൾക്ക് കിട്ടാനും പഠിക്കാനും അത് ഉപകരിക്കും. ഓക്കെ, താങ്ക്സ്.